അപ്പോൾ ക്രിസ്മസ് ന്യൂ ഇയർ ഒക്കെ കഴിഞ്ഞ് നാട്ടിൽ നിന്ന് കോട്ടയത്ത് നിന്ന് വന്നതിന് ശേഷം മംഗലാപുരത്ത് ആദ്യത്തെ പാചകമാണ്. 7:30 ആയപ്പോൾ വന്നു. ഒരു കിടന്നുറങ്ങിയിട്ടൊരു എപ്പോഴാണ് കുറേ നേരം ഉറങ്ങിയിട്ട് എഴുന്നേറ്റു. ഇപ്പോൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന പോർക്ക് ശകലം എടുത്ത് ചൂടാക്കി ഗോതമ്പ് ദോശ ഉണ്ടാക്കി. പാലിരിപ്പില്ലായിരുന്നു, ശക്കലം മിൽക്ക് പൗഡർ ഉണ്ടായിരുന്നു, അത് വെച്ചൊരു കോഫിയൊക്കെ ഉണ്ടാക്കി. ഇനി ഞങ്ങൾ കഴിക്കാൻ പോവാം. കഴിച്ചിട്ട് പാലൊക്കെ വാങ്ങിക്കാൻ പോകണം. പോയിട്ട് വന്നിട്ട് എല്ലാം അടുക്കി പെറുക്കി വെക്കണം. എന്ന് വെച്ചാൽ നമ്മൾ വീട്ടിൽ നിന്ന് ഡ്രസ്സൊക്കെ തിരിച്ചു കൊണ്ടുവന്നൊക്കെ അതേപോലെ തന്നെ ഇനി എടുത്തടുക്കിയൊക്കെ വെക്കണ്ടേ. ഇപ്രാവശ്യം 1 കിലോ ബീഫും 1 കിലോ പോർക്കും കൊണ്ടുവന്നതല്ലാതെ ഒരു സാധനവും, പിന്നെ 100 പപ്പടം ഒന്നും വേറെ കൊണ്ടുവന്നില്ല. കാരണം ലഗേജ് ഞങ്ങൾ ഇങ്ങോട്ട് തിരിച്ച് ടൂറിസ്റ്റ് ബസ്സിനാണ് വന്നത്, സ്ലീപ്പർ. ടിക്കറ്റ് ട്രെയിനിൻ്റെ കൺഫേം ആയില്ല. അപ്പോൾ ഞങ്ങൾ സാധനങ്ങളെല്ലാം കൂടെ എടുത്ത് അവർ ബസ്സിൽ ഒരുപാട് സമ്മതിക്കത്തില്ല, കയറ്റാൻ സമ്മതിക്കില്ല. എല്ലാവരുടെയും സാധനങ്ങൾ വെക്കണ്ടേ. അതുകൊണ്ട് പിന്നെ ഒരു സാധനം മേടിക്കാൻ പോയില്ല. ഇവിടെ പിന്നെ എല്ലാം കിട്ടും. കിട്ടാത്തത് ഞങ്ങളുടെ നാട്ടിലെ പപ്പടമാണ്. അപ്പോൾ അത് എന്തായാലും മേടിച്ചു. ആരണ്ണം ഉച്ചയ്ക്ക് ഉണ്ണാൻ വരുമ്പോൾ അത് കൊടുക്കണം, നിർബന്ധമുണ്ട്. ഒരു 2 പപ്പടം കൊടുത്തില്ലേ പുള്ളിക്ക് ഒരു സങ്കടം. അപ്പം അങ്ങനെ പപ്പടം മേടിച്ചു. ഇനിയിപ്പം ഏപ്രിലിൽ ഈസ്റ്ററിനെ അവധി കിട്ടുകയുള്ളൂ. ആരണ്ണം എത്ര ദിവസം ഉണ്ട് അവധി എന്നൊന്നും അറിയത്തില്ല. പിന്നെ നാട്ടിൽ ആ സമയത്ത് ചക്കയും അതും ഇതുമൊക്കെ ആവും. അപ്പോൾ വല്ലതൊക്കെ കൊണ്ടുവരാം. അങ്ങോട്ട് ലഗേജ് ഒന്നും ഇല്ലാതെ പോയാലും ഇങ്ങോട്ട് വല്ലതും കൊണ്ടുവരാൻ പറ്റുള്ളൂ. അങ്ങോട്ട് 12 ദിവസം നിൽക്കാൻ പോയതുകൊണ്ട് ഡ്രസ്സും ഒക്കെ എടുത്തു. സാധാരണ ഞങ്ങൾ നാട്ടിലുള്ള ഡ്രസ്സ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് 12 ദിവസവും ഡ്രസ്സൊക്കെ നല്ലത് തന്നെ ഇവിടുന്ന് കൊണ്ടുപോകണമായിരുന്നു. കാരണം ക്രിസ്മസും ന്യൂ ഇയറും ഒക്കെ അല്ലേ, അതുകൊണ്ട് ഇച്ചിരി ബുദ്ധിമുട്ടായിപ്പോയി. അല്ലേ ഞങ്ങൾ സാധാരണ ഡ്രസ്സേ എടുക്കത്തില്ല. അവിടെ ഞങ്ങൾക്ക് നാട്ടിൽ ഉപയോഗിക്കാനുള്ള ഉണ്ട്, ചർച്ചിലിടാനുള്ളതും ടൗണിൽ പോകാനുള്ളതും ഒക്കെ. അപ്പോൾ ഇത് ഫങ്ഷൻസൊക്കെ ആകുമ്പം ഇടാനുള്ളതൊക്കെ ഇവിടുന്ന് കൊണ്ടുപോകണമായിരുന്നു. അങ്ങനെ ഒരു പറ്റി. അപ്പം അങ്ങനെയൊക്കെ കാര്യങ്ങൾ. എന്തായാലും സന്തോഷമായിരുന്നു. 12 ദിവസവും ദൈവം കാത്തു. ഇങ്ങോട്ടുള്ള അങ്ങോട്ടുള്ള യാത്രയിലൊക്കെ കർത്താവ് കാത്തു. ക്രിസ്മസും ന്യൂ ഇയറും എല്ലാം അടിച്ചു പൊളിച്ചു. പേരൻസിൻ്റെ മുഖം മനസ്സിൽ നിന്ന് മാറുന്നില്ല. അവർക്ക് ഭയങ്കര സങ്കടം. അവരൊക്കെ കരഞ്ഞു. പിന്നെ ഒത്തിരി പേര് എൽഡേഴ്സ് കിടപ്പിലായിട്ടിരിക്കുന്നപ്പം ഭയങ്കര സങ്കടമാണ്. അവർക്കൊന്നും വരാതിരിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയിലാണ് വീണ്ടും പോന്നിരിക്കുന്നത്. അപ്പോൾ അതൊക്കെയുള്ളൊരു വിഷമം. ഓക്കെ, അപ്പോൾ നമുക്കിനി ഓരോരോ വീഡിയോ ആയിട്ട് കാണാം. നാട്ടിൽ ചെന്നിട്ട് അധികം വീഡിയോ ഇടാൻ പറ്റിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അതിനുള്ള സാഹചര്യമല്ല. എല്ലാവരും വരുമ്പോൾ നമ്മൾ അവരുടെ കൂടെ അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി. പിന്നെ കുറച്ചൊക്കെ വീഡിയോസൊക്കെ എടുത്തു. പിന്നെ എനിക്ക് നാട്ടിൽ ചെന്നിട്ട് ഒത്തിരി പ്ലം കേക്കിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നു. അത് കാരണം എനിക്ക് ഭയങ്കര തിരക്കായിരുന്നു. അപ്പം പിന്നെ നാട്ടിൽ ചെന്നിട്ട് യാത്രയൊക്കെ ചെയ്ത് പോകുമ്പോൾ ഭയങ്കര, ചെന്ന് കഴിയുമ്പോൾ കുറച്ച് ദിവസത്തേക്ക് ചെന്നതിൻ്റെ അന്ന് പിറ്റേ ദിവസം തന്നെ അന്ന് തന്നെ ഞങ്ങൾ ഞായറാഴ്ച വെളുപ്പിനെ ചെന്നു. ഞായറാഴ്ച വെളുപ്പിനെ ചെന്ന ഉടനെ ചർച്ചിൽ പോയി. ചർച്ചിൽ പോയിട്ട് വന്നപ്പം ഉച്ചയായി. പിന്നെ ഭക്ഷണം കഴിച്ചിട്ട് ഉടനെ തന്നെ ഞാൻ കേക്കിൻ്റെ പരിപാടികൾ നോക്കുമായിരുന്നു. രാത്രി 12 മണി വരെയോളം കേക്ക് ഉണ്ടാക്കി നിന്ന് അങ്ങനെയൊക്കെ ഭയങ്കര തിരക്കായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഒരു ദിവസവും കൂടെ പോയി ക്രിസ്മസിനും ന്യൂ ഇയറിനുള്ള കേക്കുകൾ ഉണ്ടാക്കണമായിരുന്നു. വേറെ കുറച്ച് പേരും കൂടെ ഓർഡർ ചെയ്ത് അവർക്ക് കൊടുക്കണമായിരുന്നു. അങ്ങനെ നല്ല ഇപ്രാവശ്യം നാട്ടിൽ ചെന്നപ്പോൾ കേക്ക് പരിപാടി ഉണ്ടായിരുന്നുകൊണ്ട് നമുക്ക് അല്ലെങ്കിൽ എനിക്ക് ക്രിസ്മസിന് നല്ല ഓർഡറാണ്, ന്യൂ ഇയറും ക്രിസ്മസിന്. അപ്പോൾ എനിക്ക് കുത്തിയിരിക്കാൻ സമയം കിട്ടത്തില്ല. പിന്നെ ചർച്ചിൽ പ്രോഗ്രാംസ് ഉള്ളതുകൊണ്ട് അതിൻ്റെ തിരക്ക്. പിന്നെ അനിയത്തിമാരെല്ലാം വരും. അപ്പോൾ അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി അങ്ങനെ മൊത്തം തിരക്കായിരുന്നു. നാട്ടിൽ നല്ല കാലാവസ്ഥയാണ്. ചൂടുണ്ടോ എന്ന് ചോദിച്ചാൽ ചൂടുണ്ട്, തണുപ്പാണോ എന്ന് ചോദിച്ചാൽ തണുപ്പുണ്ട്. കുഴപ്പമില്ല, നല്ല കാലാവസ്ഥയാണ്.
അപ്പോൾ ശരി, എന്നാൽ നമുക്ക് പിന്നെ കാണാം കേട്ടോ. ഓക്കെ.